വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പുതിയ വഴിത്തിരിവുകൾ ദിനം ദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാസ്പിയൻ കടലിടുക്കിൽ ഇറാന്റെ കപ്പലുകളെ ആക്രമിക്കുന്നു, ഇന്ത്യൻ നാവികരടങ്ങുന്ന കപ്പലുകളെ ആക്രമിക്കുന്നു, കടലിടുക്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ യുക്രൈൻ നടത്തുന്നു. ചെർണോവിസ്ക് ആ നഗരം, ആ ഒരു തുറമുഖ നഗരം പിടിച്ചെടുക്കാനായിട്ട് റഷ്യ പണി തുടങ്ങി. അതിന്റെ തൊട്ടടുത്ത് ഒഡേഷ തുറമുഖമുണ്ട്, അതുകൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ യുക്രൈനെ ലാൻഡ് ലോക്ക് ആക്കും. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത ആക്രമണം നേരെ വരുന്നത് പോളണ്ടിലേക്കായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആക്രമണം യൂറോപ്പിലേക്കായിരിക്കും എന്ന് പറയുന്നു. ഇറാൻ അപ്പോ അമേരിക്കയ്ക്ക് വാണിംഗ് കൊടുക്കുന്നു, യൂറോപ്പിനെ മുകളിൽ നിന്ന് റഷ്യ ആക്രമിച്ചു കഴിഞ്ഞാൽ താഴെ നിന്ന് ഞങ്ങളും തുടങ്ങും എന്ന് അമേരിക്കയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നു. ഇപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ, അത് ശരിവയ്ക്കുന്ന രീതിയിൽ റഷ്യ പോളണ്ടിലേക്ക് മിസൈലുകൾ ഫയർ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പോളണ്ട് ഭയന്ന് വിറച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. NATO and Poland scrambled military aircraft when a missile apparently fired by Russia landed deep inside Polish territory as Moscow launched deadly long-range missiles across Ukraine that killed at least 9 people എന്നുള്ളതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. CNN അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് NATO നിലവിൽ കാണുന്നത് എന്നുള്ളതാണ്. യുക്രൈനിലുടനീളം മോസ്കോ മാരകമായിട്ടുള്ള ദീർഘദൂര ആക്രമണങ്ങൾ നടത്തി കുറഞ്ഞത് 9 പേരെ കൊലപ്പെടുത്തിയപ്പോഴാണ് പോളണ്ടിന്റെ ടെറിട്ടറിക്കകത്ത് ദീർഘദൂരം റഷ്യ മറ്റൊരു മിസൈല് പായിച്ചത്. വലിയ ഗർത്തം അത് വന്ന് വീണ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അത് പഠിക്കാനായിട്ട് പോളണ്ട് പ്രത്യേക സമിതി രൂപീകരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഉത്തര കൊറിയയും കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. റഷ്യക്ക് സപ്പോർട്ടുമായിട്ട് ഉത്തര കൊറിയ വരുന്നു എന്നുള്ള മറ്റൊരു വാർത്ത പുറത്തു വരുന്നു. അപ്പോൾ ഗ്രാജുവലി ആണെങ്കിൽ പോലും പറയുന്ന സ്ഥലത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധം താഴെ, റഷ്യ യൂറോപ്പ് NATO യുദ്ധം മുകളിൽ. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്ന സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പ്ലാൻ ബി നാറ്റോയ്ക്കുണ്ട്. അമേരിക്ക സഹായിക്കാൻ വന്നില്ലെങ്കിൽ ഒരു പ്ലാൻ ബി നാറ്റോയ്ക്കുണ്ട്. ആണവ കുട തന്നെ അവർ തീർക്കുകയാണ് എന്ന് ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ടൊക്കെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം വഴി പുറത്തുവിട്ടിരുന്നു. എന്തായാലും പോളണ്ട് ഇപ്പൊ നിലവിൽ പറയുന്നത്, പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് അദ്ദേഹം ഒരു അടിയന്തര സർക്കാർ യോഗം വിളിച്ചു ചേർന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇത് റഷ്യയുടെ KH-101 ക്രൂയിസ് മിസൈലാണ്, ഇതിനെ തടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, എങ്കിലും ഞങ്ങൾ അതിനെ വെടിവെച്ച് വീഴ്ത്തും എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പുള്ളി പറയുന്നില്ല, ഈ തടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനെ വെടിവെച്ച് വീഴ്ത്തിയാൽ ഞാൻ കുറച്ചുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ഈ ഭീഷണി നേരിടാൻ 2 NATO യുദ്ധവിമാനങ്ങൾ, ഒരു NATO ഇന്ധനം നിറയ്ക്കുന്ന വിമാനം, ഒരു പോളിഷ് മുന്നറിയിപ്പ് വിമാനം, ഒരു പോളിഷ് ഹെലികോപ്റ്റർ, ഇതെല്ലാം നമ്മൾ ഇതിനു ശേഷം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. റഷ്യ എങ്ങാനും യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ റഷ്യയുടെ അന്ത്യമായിരിക്കും എന്നാണ് അവർ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ നേരിടാൻ ഇത്രയും സംവിധാനങ്ങളാണ് പോളിഷ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോ NATO പറയുന്നുണ്ട് ജാഗ്രത പാലിക്കണം. നിലവിൽ NATO മാക്സിമം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിയാനുള്ള ഒരു സാഹചര്യം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ റഷ്യ വിടാതെ പിടിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യം. പക്ഷെ ഇപ്പൊ യൂറോപ്പിൽ മറ്റൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. യൂറോപ്പില് ഇന്ന് രാവിലെ തൊട്ടുള്ള വിഷ്വൽസ് ഞാൻ കാണുകയാണ്. ഭയപ്പെടുത്തുന്ന വിഷ്വൽസ് ആണ് ഇപ്പോ യൂറോപ്പിൽ നിന്ന് സത്യം പറഞ്ഞാൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതെന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ന് സ്പെയിനില് ഒരു കൂട്ടം അഭയാർത്ഥി, ഒരു കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറക്കൂട്ടമൊന്നുമല്ല, ഒരു സ്റ്റാമ്പീഡ് കണക്കിന് അഭയാർത്ഥികൾ മൊറോക്കോയിൽ നിന്ന് കുതിച്ചു പാഞ്ഞെത്തുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ അല്ലാഹു അക്ബർ വിളികളുമായിട്ടാണ് വരുന്നത്. ഒരു രാജ്യത്തോട്ട് നിങ്ങൾ കടന്നു വരുന്നു, ആ രാജ്യത്ത് നിങ്ങൾ അഭയത്തിനായിട്ടാണ് നിങ്ങൾ കടന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ നാട്ടുകാരെ പഠിപ്പിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അവരങ്ങനെ വിളിച്ചു. ഇത് വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ ചേട്ടാ നമ്മൾ ഞെട്ടിപ്പോകും. അമ്മാതിരി വിഷ്വൽസ് ആണ് പുറത്തേക്ക് വന്നത്. ഒരു ഓടി വരികയാണ് ഇതിനകത്തോട്ട്. ആ ഓടി വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. അങ്ങനത്തെ രീതിയിലാണ് ഈ സ്പെയിൻ അതിർത്തി കടന്നിട്ട് ഇവര് കടന്നു വരുന്നത്. ഓരോ ആൾക്കാരുണ്ടല്ലോ, ഇതൊന്നുമല്ല. മറ്റൊരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ആ വിഷ്വൽ നോക്കൂ. ആ അതിർത്തിയുടെ മുള്ളുവേലികൾ തകർത്ത് കടൽ മാർഗം അകത്തേക്ക് ഓരോ ആൾക്കാരും വരുന്ന വിഷ്വൽസ് ആണ് ഇപ്പൊ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊറോക്കോയിൽ നിന്നുള്ള അഭയാർത്ഥികളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു സാമ്പിൾ വിഷ്വൽ മാത്രമാണ് കേട്ടോ. അവര് വലിയ അരാജകത്വം അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പെയിനിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇത് കണ്ടുകൊണ്ട് മെലോണി ദേഷ്യപ്പെട്ടു. മെലോണി പറയുന്നു, എന്റെ രാജ്യത്ത് ഞാൻ അങ്ങനെ പ്രിവെന്റീവ് മെഷേഴ്സ് ഒന്നും എടുക്കാൻ ഞാൻ തയ്യാറല്ല, എന്റെ രാജ്യത്തേക്ക് അവർ കടക്കില്ല, കടന്നാൽ അത് അവരുടെ അന്ത്യമായിരിക്കും എന്നാണ് മെലോണി നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേറൊരു പ്രതിസന്ധി വേറൊരു സ്ഥലത്തവന്മാര് നേരിടുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ എല്ലാം കൂടെ ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ യൂറോപ്പിലുള്ളത്. എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അദ്ദേഹം
പറഞ്ഞ ഒരു കാര്യം പിന്നെ ഈ പതിറ്റാണ്ട് സംഘർഷങ്ങളുടെ പതിറ്റാണ്ടാണെന്നാണ്. സംഘർഷങ്ങൾ അവസാനിക്കില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലാകണം അദ്ദേഹം അത് പറഞ്ഞത്. നോർവേയിൽ വെച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ ഇപ്പൊ അതിനക്ഷരം അത് ശരിവെക്കുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു റഷ്യയുടെ ലക്ഷ്യം ഉക്രൈനിൽ മാത്രം ഒതുങ്ങില്ല, അവരെല്ലാവരെയും അത് വലിച്ചിടും, എല്ലാ രാജ്യങ്ങളെയും പെടുത്തും, യൂറോപ്പിനെ മൊത്തത്തിൽ പെടുത്തും. എല്ലാവരും പെട്ട് കഴിയുമ്പോൾ അവസാനം എല്ലാവരും കൂടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തീരുമാനിക്കും നമുക്ക് യുദ്ധം വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പോളണ്ടിന് നേർക്ക് നടന്ന ഒരു ആക്രമണം ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് നയതന്ത്ര വിദഗ്ധർ കരുതുന്നത്. അതായത് പോളണ്ടിന് നേർക്ക് ഒരു ആക്രമണം നടത്തിയാൽ എങ്ങനെയായിരിക്കും നാറ്റോ പ്രതികരിക്കുക എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് റഷ്യ നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. വ്യാഴാഴ്ച പുലർച്ചെയാണ് കിഴക്കൻ പോളണ്ടിലെ ഒരു ഗ്രാമത്തിലേക്കാണ്, അതായത് ഉക്രൈനിൽ നിന്ന് 92 കിലോമീറ്റർ മാത്രം അകലെയുള്ള ടാർനാവ കൊളോണിയ ഗ്രാമത്തിലേക്കാണ് ഈ മിസൈൽ വിട്ടത്. KH-101 എന്ന് പറയുന്ന അവർ ഒരു ബാലിസ്റ്റിക് മിസൈലാണ്, ക്രൂയിസ് മിസൈലാണ് അവർ വിട്ടിരിക്കുന്നത്. ഇതിപ്പോ പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മിസൈൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അവർ പറയുന്നത് ഞങ്ങളുടെ നാറ്റോ വിമാനങ്ങളും എല്ലാം തന്നെ സജ്ജമായിട്ടുണ്ട് ഇതിനെ പ്രതിരോധിക്കാനൊക്കെ. പക്ഷെ ഞങ്ങളും റഷ്യയും തമ്മിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് എങ്ങനെയാണ് ഇത് വന്നത് എന്നറിയില്ല. റഷ്യയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ ലക്ഷ്യം തെറ്റിപ്പോയതാണെങ്കിൽ അങ്ങനെ പറയാം, അത് പറഞ്ഞിട്ടില്ല അവര്. ഇനി അഥവാ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയും പറഞ്ഞിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ നിലനിൽക്കത്തോളം കാലം അത് കുറച്ചുകൂടി ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് തന്നെ നമ്മൾ കരുതണം. ഇതിനിടയിലാണ് ഉക്രൈനിൽ കഴിഞ്ഞ ദിവസം മാരകമായ ആക്രമണം നടത്തി റഷ്യ ഉപയോഗിച്ചത് ഉത്തര കൊറിയയുടെ KN-23-24 എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു. അതിൽ 9 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 5 പേരെന്നായിരുന്നു ആദ്യത്തെ ഒരു റിപ്പോർട്ട് വന്നിരുന്നത്. ഇപ്പൊ അത് 9 ആയിട്ട് ഉയർന്നിരിക്കുന്നു. അത് വലിയ ഒരു അതായത് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ ഉത്തര കൊറിയയുടെ സാന്നിധ്യം കൂടി തെളിവാകുന്നു. ഉത്തര കൊറിയയുടെ സാന്നിധ്യം ഇപ്പൊ ആദ്യമായിട്ടൊന്നും അല്ല വരുന്നത്. ഉത്തര കൊറിയ 10,000-ഓളം കൂലിപ്പടയാളികളെ റഷ്യക്ക് നൽകിയിരുന്നു ഈ യുദ്ധത്തിൽ. ഇറാൻ ആകട്ടെ അവർ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ റഷ്യക്ക് നൽകിയിരുന്നു. ഇപ്പോൾ ഇറാൻ, റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി വെളിച്ചത്തിലേക്ക്, ഇല്ലെങ്കിൽ റഷ്യ ഓൾറെഡി തന്നെ യുദ്ധമുഖത്തുണ്ട്, ഇറാനും കൂടെ ഇപ്പോൾ ഉക്രൈനെതിരെ പ്രതികാര നടപടി ചെയ്യുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉക്രൈൻ കൂടി ആ ഒരു ഭാഗത്ത് ഉക്രൈനെതിരെ ഇറാൻ കൂടി അണിനിരക്കുന്നു. ഇതിനിടയിലാണ് ഉത്തര കൊറിയ. ഇതിനിടയിൽ ഇന്ത്യ ഒരു വലിയ കലിപ്പിലാണ് എന്നുള്ള വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. കാരണം ഉക്രൈൻ മനഃപൂർവ്വമാണ് ഇന്ത്യൻ നാവികർക്ക് നേരെ ലക്ഷ്യം വെക്കുന്നത്. കാരണം ഉക്രൈന് ഇന്ത്യയോടും ഇറാനോടും ഒക്കെ ശത്രുത ഇപ്പൊ തുടങ്ങിയതല്ല, വളരെ പണ്ട് തൊട്ടേ ഉള്ള ശത്രുതയാണ്. ആ ശത്രുത കാരണം ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ റഷ്യയിൽ നിന്ന് എണ്ണ കൂടി വാങ്ങി റഷ്യ സഹായിക്കുന്നു എന്നൊരു വലിയ ആരോപണമുണ്ട്. ആരോപണമല്ല, സത്യമാണത്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായി തന്നെ ഉക്രൈൻ മനഃപൂർവ്വമാണ് ഇന്ത്യൻ ഷിപ്പുകൾ ആക്രമിക്കുന്നത്, എന്നിട്ട് അത് റഷ്യയാണെന്ന് പറയുന്നു എന്നാണ് ഇപ്പോൾ ഇന്ത്യ കരുതുന്നതായി ചില അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും ഇന്ത്യ ഒഫീഷ്യലായിട്ട് അത്തരത്തിൽ പറഞ്ഞില്ല. ഇന്ത്യ ഒരു താക്കീത് നൽകിയിട്ടുണ്ട് ഷിപ്പിംഗ് കമ്പനികൾക്ക്, ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ ആ കപ്പലിൽ കൊണ്ടുപോകരുത്. ജോലിക്കാരായിട്ട് മിക്കവാറും ഇന്ത്യൻ ഫ്ലാഗുള്ള ഷിപ്പ് അല്ല. ഇറാന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇറാന്റെ ഫ്ലാഗുള്ള ഷിപ്പിനെ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗുള്ള ഷിപ്സ് അല്ല, മറ്റ് രാജ്യങ്ങളിലുള്ള കമ്പനികളുടെ ഷിപ്പുകളാണ്. അതിനകത്ത് ഇന്ത്യക്കാരുണ്ട്, പണിയെടുക്കുന്ന ഇന്ത്യക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ, ഞങ്ങളുടെ പൗരന്മാരെ നിങ്ങൾ ഇങ്ങനെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകരുതെന്ന് ഇന്ത്യ ഒരു വാണിംഗ് നൽകിയിട്ടുണ്ട്. ഏതായാലും യുദ്ധം കുറച്ചുകൂടി വലുതാകുന്നു, അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പം ഇതിന് സമാനമായിട്ട് തന്നെയായിരുന്നു ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും അവിടെ ആദ്യം റഷ്യ ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നെ പതുക്കെ ഇപ്പോൾ ഉക്രൈന് നേരെ വാളെടുക്കുന്ന രീതിയിലേക്ക് ഇറാനും മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് രണ്ട് സൈഡിൽ നിന്ന്, ധനുഷ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മുകളിൽ നിന്ന് റഷ്യയും താഴെ നിന്ന് ഇറാനും ഒരുമിച്ച് ഈ രാജ്യങ്ങളിലേക്ക് നീങ്ങുന്നു. അതിനിടയിലാണ് എല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ട് മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് ഒരു വലിയ ജനസഞ്ചയം, ലക്ഷക്കണക്കിന് പേരാണ് അഭയാർത്ഥികളായിട്ട് ഇങ്ങനെ പാഞ്ഞു കയറി വരുന്നത്. അവർ അക്രമകാരികളാണ്. ആ വരുമ്പോൾ തന്നെ അവർ കല്ലെറിയുന്നുണ്ട്, അവരിങ്ങനെ ഇടിച്ചു കയറുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തള്ളി മറിച്ചിട്ടിട്ടാണ് അവർ വരുന്നത്. അപ്പം അങ്ങനെയുള്ളവർ വലിയ ഇപ്പൊ നമ്മൾ വരുന്ന ഒരു ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ സ്പെയിന് അതിർത്തികളിൽ പട്ടാളത്തെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇവരെ തടയാൻ വേണ്ടിയിട്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കലാകും, എത്ര പേർ അതിൽ കൊല്ലപ്പെടും എന്നൊക്കെ ഉള്ള ഒരു കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇറ്റലി മെലോണിയ പറഞ്ഞിരിക്കുന്നു ഞങ്ങളും ഇവിടെ സജ്ജമാകുകയാണ്, കാരണം ഇവിടത്തേക്കും ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത്. അതായത് ഒരുപക്ഷെ അതൊരു പ്ലാൻഡ് ആയിരിക്കാം. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഒരു അസ്ഥിരത വരുത്തി വെക്കാൻ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പൊതുവെ ഈ മിക്കവാറും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എന്താണ് പറയുന്നത്, അവരവരുടേതായ ജീവിതമായി മുമ്പോട്ട് പോകുന്നവരാണ്. അവരിങ്ങനെ വലിയ സംഘർഷത്തിലൊന്നും പോകുന്നവരല്ല, സമാധാനമായിട്ട് അവരെങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്നിടത്താണ് അവരുടെ എല്ലാവരുടെയും സമാധാനം കളഞ്ഞുകൊണ്ട്, ഉറക്കം കളഞ്ഞുകൊണ്ട് ഒരിടത്ത് അഭയാർത്ഥികളുടെ രൂപത്തിൽ ലക്ഷക്കണക്കിന് പേര് സ്പെയിനെയും ഇറ്റലിയെയും ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു സ്പെയിന്. മറ്റൊരിടത്ത് റഷ്യ ഉക്രൈനോടൊപ്പം തന്നെ പോളണ്ടിനെ കൂടെ പതുക്കെ ലക്ഷ്യം വെക്കുന്നു. ഉത്തര കൊറിയ ആദ്യം ഒളിഞ്ഞിരുന്നിട്ടുള്ള സഹായങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ
കുറച്ചുകൂടി തെളിഞ്ഞുള്ള സഹായവുമായി രംഗത്തെത്തുന്നു. ഇനി നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ചൈനയുടെ അടുത്ത മൂവ്മെന്റ് എന്താണെന്ന് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കൃത്യമായ പിക്ചർ നമുക്ക് വരും. ഈ തായ്വാനിലേക്കുള്ള അവരുടെ മൂവ്മെന്റ് എങ്ങനെയാണ്, തായ്വാനാണോ അതോ ജപ്പാനാണോ എന്നുള്ളതിന്റെ ഒക്കെ ഒരു കാര്യങ്ങളിലേക്ക് വരും. അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഇനി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ സംഘർഷങ്ങളുടെ ഈ പതിറ്റാണ്ടിലെ ഒരു പിക്ചർ നമുക്ക് കിട്ടും. നമ്മൾ പറയത്തില്ല ഒരു സൈഡിലെ ലൈനപ്പുകൾ ക്ലിയർ ആകുന്നു എന്ന് പറയത്തില്ല, നമ്മൾ ഈ കളിക്കാരൊക്കെ നിരന്ന് നിൽക്കണമല്ലോ. അപ്പൊ ഒരു സൈഡിലെ കളിക്കാരെല്ലാം നിരന്ന് നിന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇപ്പുറത്തെ സൈഡിലെ കളിക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓരോ കളിക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ, ഇങ്ങനെ നിൽക്കുന്നു കാര്യങ്ങൾ. ഇനി ഇതിന്റെ കൂട്ടത്തിലേക്ക് ചൈന പ്രത്യക്ഷമായ പരോക്ഷമായ ജോയിൻ ചെയ്യുമോ എന്നുള്ളത്, ഓൾറെഡി അവർ പരോക്ഷമായി തന്നെ ഉണ്ട് ഇറാന്റെ കൂടെ. അപ്പൊ ഇനി അവരുടെ ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ അഫ്ഗാനിസ്ഥാൻ കിടക്കുന്നു, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കിടക്കുന്നതിന് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇത് ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ലോകത്ത് മുഴുവൻ രാജ്യങ്ങൾ രണ്ട് ചേരിയിലേക്ക് മാറിയതിന് സമാനമായ ഒരു രീതിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അവശേഷിക്കുന്ന ഏക ഒരു ചോദ്യം. ഏതാണ്ട് അതിന്റെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് വെറുതെ പറയുന്നതല്ല, ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് കൃത്യമായി തന്നെ. ഇനി അതെന്താണ് എന്നുള്ളത് ചിലപ്പോൾ വരും ദിവസങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നിമിഷ നേരം കൊണ്ടാണ്. പോളണ്ടിലേക്ക് ഒരു മിസൈൽ പായും എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി, എത്രയോ 2-3 മാസമായി പോളണ്ടിലേക്ക് അവർ ആക്രമിക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഉത്തര കൊറിയ വരുമോ എന്നെല്ലാരും ചോദിച്ചു. ഇത് അവന്മാരും ഇപ്പൊ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ്. പിന്നെ അപ്രതീക്ഷിതമായൊരു നീക്കമാണ് ഇപ്പൊ മൊറോക്കോയിൽ നിന്ന് സ്പെയിനിനും ഇറ്റലിക്കും നേരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അഭയാർത്ഥി പ്രവാഹം. ഇതെന്താണ് അതിന്റെ ഒരു പിന്നിലുള്ള കാര്യങ്ങളെന്നോ എന്താണെന്നോ ഒരു പിടുത്തമില്ല. 1-2 പേരല്ല, നുഴഞ്ഞുകയറ്റക്കാരല്ല വരുന്നത്. വലിയ രീതിയിൽ മാസമായിട്ട് വന്നിട്ട് എന്താണ് നമ്മളെ ഈ സമരക്കാരൊക്കെ ബാരിക്കേഡ് തകർക്കുന്നതൊക്കെ ഇത് തകർത്തെറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു വലിയ വിഷ്വൽസ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നിരിക്കുന്നത്. ലോകം ഒരുപാട് മാറുകയാണ്, സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.